ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവൻ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധിരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാനിടയായിത്തീർന്നത്. യേശു കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന ഒരു കാര്യം. എന്നാൽ നമ്മൾ അത് ചിന്തിക്കേണ്ടത്, യേശു കർത്താവിന്റെ അടുക്കലേക്ക് അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് നന്ദി പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയും. ഞാൻ ഒരു കഥ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ സമയത്ത് കടന്നു വരുവാനായിത്തീരും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ ഒരു ലേഡി ഡോക്ടർ താൻ എല്ലാ കാര്യങ്ങളിലും ഒരു സിറിഞ്ചെടുത്താൽ, ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയാൽ, മറ്റ് ഏത് കാര്യങ്ങൾ ചെയ്താലും ആ സഹോദരി താങ്ക് യു ജീസസ് എന്ന് പറയും. ഒരു നിമിഷമല്ല പറയുന്നത്, പല സമയത്തും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഏത് അവസ്ഥകൾ, ഏത് സാഹചര്യങ്ങൾ, ഏത് തലങ്ങൾ എടുത്താലും, ഇഞ്ചക്ഷൻ ആയിക്കൊള്ളട്ടെ, ഏത് ഇനി രോഗിയെ ശുശ്രൂഷിക്കുക എന്നുള്ളതായിക്കോട്ടെ, ഇതെല്ലാം തന്റെ ഹെഡ് ഡോക്ടർ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഹെഡ് ഡോക്ടർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഡോക്ടർ എടുത്തിട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ദൈവം എന്താ കേൾക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണോ എന്ന് ചോദിക്കുകയായിട്ട്. അതെന്താ ഡോക്ടറെ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു, നീ സർവ സമയവും താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് എന്ന് പറയുന്നു. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ പോരെ? എന്താ ദൈവത്തിന് കേൾപ്പാൻ കഴിയത്തില്ലയോ? ചെവി കേൾവിയില്ലാത്തതാണോ എന്ന് ചോദിക്കുകയായിട്ട്. ഈ സഹോദരി ഒന്നും മിണ്ടിയില്ല. ഒരവസരം ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഈ സഹോദരൻ, ഈ ഡോക്ടർ, ഈ മെയിൻ ഡോക്ടർ അവരുടെ വീട്ടിലേക്ക് ഇവരെല്ലാം ഒരു പ്രത്യേക ഫംഗ്ഷന് വിളിക്കുവാനിടയായത്. ഈ ഫംഗ്ഷന് വിളിച്ച സാഹചര്യത്തിൽ ഈ സഹോദരിയും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കാറിലായിരുന്നു യാത്ര ചെയ്തത്. കാറിൽ യാത്ര ചെയ്ത് അവര് വീട്ടിനോടടുത്ത് വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പട്ടി ഓടി വന്ന് തന്റെ നന്ദി പ്രകടനങ്ങളൊക്കെ നടത്തുവാൻ തുടങ്ങി. വാലാട്ടുന്നു, കുരയ്ക്കുന്നു, മറ്റ് പ്രകടനങ്ങളെല്ലാം താൻ കാഴ്ചവെക്കുവാൻ തുടങ്ങി. അവിടെ കൊണ്ട് തീർന്നില്ല. ഗേറ്റ് തുറന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മുകളിലേക്ക് ചാടി കയറുന്നു. അദ്ദേഹം കാർ എടുത്ത് വീടിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആ കാർ പോർച്ചിലേക്ക് കാറ് കൊണ്ടുപോയപ്പോൾ അവിടെയും ഈ പട്ടി കടന്ന് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ നന്ദി പ്രകടനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുന്നു. കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഈ നന്ദി പ്രകടനത്തിന് എന്തില്ല, ഒരു കുറവുമില്ല. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഈ ലേഡി ഡോക്ടറോട് ചോദിച്ചു, താങ്കൾക്ക് എന്താ ചെവി കേൾക്കാൻ പറ്റത്തില്ലേ? അപ്പം ഡോക്ടർ ചോദിച്ചു, അതെന്താ സഹോദരി അല്ലെ ഡോക്ടറെ എങ്ങനെ പറഞ്ഞത്? ലേഡി ഡോക്ടർ പറഞ്ഞു, ഞാൻ വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഗേറ്റിന്റെ മുമ്പിൽ തൊട്ട് ഈ വീടിന്റെ ഈ ഭാഗം വരെ നിങ്ങളുടെ പട്ടി അതിന്റെ നന്ദി പ്രകടനങ്ങൾ വാലാട്ടുന്നു, കുരയ്ക്കുന്നു, അത് ചാടിക്കേറുന്നു, അത് വിവിധ തരത്തിൽ തന്റെ നന്ദി പ്രകടനങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിക്കുകയാണ്, അത്
താങ്കൾ വീട്ടിനകത്ത് കയറിയിട്ടും ഇപ്പോഴും അത് വാലാട്ടിയും അതിന്റെ സ്നേഹപ്രകടനങ്ങളെ കാണിക്കുന്നതും അതോട് ഈ ഡോക്ടർ പ്രകാരം പറഞ്ഞു, അത് കൊടുക്കുന്ന ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതിന്റെ നന്ദി പ്രകടനമാണ് ആ പട്ടി കാണിക്കുന്നത് പറഞ്ഞ ഈ ലേഡി ഡോക്ടർ പറഞ്ഞു, താങ്കൾ കഴിച്ചതിന് ശേഷം കൊടുക്കുന്ന ആഹാരത്തിന്റെ അത് ലഭിച്ച് അത് കഴിച്ചതിന്റെ നന്ദി പ്രകടനമാണ് ഈ പട്ടി കാണിച്ചതെങ്കിൽ കഴിഞ്ഞ ഇത്രയും നാളുകൾ എന്റെ ജീവിതത്തിൽ താൻ കഴിച്ചതിന്റെ ബാക്കിയല്ല എനിക്ക് തന്നത്, എനിക്ക് വേണ്ടുന്ന ശ്രേഷ്ഠ ഭോജനങ്ങൾ നൽകി തന്ന്, എന്റെ ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം നൽകി തന്ന്, ദൈനംദിന ജീവിതത്തിൽ എന്നെ നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ അറിയാതെ എന്റെ ആദരങ്ങൾ ചലിക്കുവാനിടയായി തീരുമെന്ന് ആ ലേഡി ഡോക്ടർ ആ ഡോക്ടറോട് പറവാണ്ടിയായി തീർന്നു. ആ ഡോക്ടർക്ക് തന്റെ തെറ്റ് മനസ്സിലാക്കുകയും ആ ഡോക്ടറോട് സോറി പറവാനിടയായി തീർന്നു എന്ന് ആ കഥ കേൾക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തമ്പുരാൻ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ചെയ്ത വിടുതലുകളെ ഓർക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെക്കാൾ അധികമായി സങ്കീർത്തനക്കാരൻ 4-ാം സങ്കീർത്തനം എന്നുകൊണ്ട് പറയുന്നത് പോലെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികമായ സന്തോഷം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നൽകി തന്ന് കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ, പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന്, ചേറ്റുകുഴിയിൽ കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന്, നരകത്തിന് യോഗ്യനായ അവസ്ഥയിൽ നിന്ന്, മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന എന്നെയും നിങ്ങളെയും എന്റെ യേശുവിന്റെ ക്രൂശിന്റെ സ്നേഹത്താൽ എന്റെ പാപത്തെ ക്ഷമിച്ച് എന്നെ ദൈവത്തിന്റെ മകളാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ അറിയാതെ എന്റെ അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആരുടെയും പ്രേരണ നമുക്ക് ആവശ്യമില്ല, ആരുടെയും പ്രേരണ നമുക്ക് ആവശ്യമില്ല. ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ വിടുതലുകളെ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ കരുതലുകളെ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ നന്മകളെ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ അറിയാതെ ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ പറയുകയാണ്, rejoice always, pray continually, give thanks in all circumstances, for this is God's will for you in Christ Jesus. Praise the Lord. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പീൻ. എന്നിട്ട് എന്ത് പറയാനറിയാമോ? Give thanks to all circumstances. എല്ലാ സാഹചര്യത്തിലും, എല്ലാ അവസ്ഥയിലും, എല്ലാ നിലവാരത്തിലും, ദുഃഖത്തിന്റെ അവസ്ഥയായിക്കൊള്ളട്ടെ, സന്തോഷത്തിന്റെ അവസ്ഥയായിക്കൊള്ളട്ടെ, ജോലിയുള്ള സമയമായിക്കൊള്ളട്ടെ, ജോലി ഇല്ലാത്ത സമയമായിക്കൊള്ളട്ടെ, രോഗമുള്ള അവസ്ഥയായിക്കൊള്ളട്ടെ, രോഗമില്ലാത്ത അവസ്ഥയായിക്കൊള്ളട്ടെ, ഏതു സാഹചര്യത്തിലും ഒരു ദൈവ പൈതൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാമോ? ഏതു സാഹചര്യത്തിലും പിറുപിറുപ്പ് കൂടാതെ, പിറുപിറുപ്പില്ലാതെ, ചോദ്യം ചെയ്യാതെ, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി കരേറ്റുവാൻ നമുക്ക് തരുന്ന അസുലഭ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങി വരട്ടെ. അവിടെ നമുക്ക് യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും, ശിഷ്യന്മാരെ കാണുവാനായി കഴിയും, 10 കുഷ്ഠരോഗികളായി കഴിയും. ഇനി നോക്കൂ, ചില പ്രദേശങ്ങൾ അവിടെ കാണാം. ജെറുസലേം, അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു, ഓൺ ദെയർ വേ ടു ജെറുസലേം. അവർ ജെറുസലേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ശമരിയ, ശമരിയ എന്ന് പറയുന്നത് പാസിംഗ് അലോങ് ദ ബോർഡേഴ്സ്. ഇനി അടുത്തത് ഗലീലി, അതും അതുപോലെ തന്നെ പാസിംഗ് അലോങ് ദ ബോർഡേഴ്സ്. ഇത് ഈ 2 സ്ഥലങ്ങൾക്ക് ഉള്ള ആ ബോർഡറിലൂടെ യേശു കർത്താവ് സഞ്ചരിക്കുമ്പോൾ ഇനി അടുത്തത് ഒരു വില്ലേജിലേക്ക് യേശു കർത്താവ് പ്രവേശിക്കുന്നതായിട്ട് കാണുവാനായി കഴിയും. മേ ബി എ സമരിട്ടൻ വില്ലേജ്, ഒരു സമരിട്ടൻ വില്ലേജിലായിരിക്കാം അവർ എത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വില്ലേജിൽ ഈ യേശു കർത്താവ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി സമയം നോക്കൂ, ഓൺ ദെയർ വേ ടു ജെറുസലേം. അങ്ങനെയാണെങ്കിൽ ഡേ ടൈം ആയിരിക്കാനാണ് സാധ്യതയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Praise the Lord. ഈ ഓൺ their way to Jerusalem,
ഈ സാഹചര്യത്തിൽ 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഇനി നോക്കൂ, ഈ 10 കുഷ്ഠരോഗികൾ എങ്ങനെയാണ് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്? യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുഷ്ഠരോഗികൾ അവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, which stood afar off, അകലെ നിന്നുകൊണ്ട്, അടുത്ത് നിന്നുകൊണ്ടല്ല, അകലെ നിന്നുകൊണ്ട് അവർ യേശുവിനോട് ഉറക്കം നിലവിളിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കവിടെ കാണുവാനായി കഴിയുന്നത്. എന്തുകൊണ്ടാണ് അവർ അകലെ നിന്നുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് യേശുവിനോട് പറയുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, അന്നത്തെ ന്യായപ്രമാണം അനുസരിച്ച്, അന്നത്തെ ജൂയിഷ് നിയമം അനുസരിച്ച് ആർക്കും ഒരു വ്യക്തി അല്ലെങ്കിൽ കുഷ്ഠരോഗിക്ക് അടുത്ത് മറ്റുള്ളവരുടെ അടുക്കിലേക്ക് ചെല്ലുവാൻ പറ്റുകയില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ലേവ്യ പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം 45 മുതൽ 46 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Praise the Lord. Priest pronounce him unclean. പ്രീസ്റ്റ് എന്ത് ചെയ്യുന്നറിയാമോ? അവനെ അശുദ്ധനെന്ന് വിധിക്കുവാനിടയായി തീരും. He should wear torn clothes. കീറിയ വസ്ത്രം ധരിക്കണം. അവന്റെ വസ്ത്രം, എന്നിട്ട് അവന്റെ തല മൂടണം. ഇങ്ങനെ അവന്റെ ഫേസ് മാത്രം കാണുന്നതിലെ കവർ ദ ലോവർ പാർട്ട് ഓഫ് ഹിസ് ഫേസ്, അവന്റെ പകുതി മുഖം അത് മറയ്ക്കണം. എന്നിട്ട് മാത്രമല്ല, he has to cry out unclean, unclean. Praise the Lord എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധൻ, അശുദ്ധൻ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകേണ്ട വ്യക്തിയാണ് ഒരു കുഷ്ഠരോഗി എന്ന് പറയുന്നത്. He remain unclean. അവൻ അശുദ്ധനായി തന്നെ തുടരണം. He must live alone. എവിടെ താമസിക്കാൻ പറ്റത്തില്ല, പട്ടണത്തിൽ താമസിക്കാൻ പറ്റത്തില്ല, തന്റെ കുടുംബക്കാരോട് ചേർന്ന് താമസിക്കാൻ പറ്റത്തില്ല, തന്റെ മിത്രമിത്രാദികളോട് ചേർന്ന് തന്റെ സമൂഹത്തിൽ തനിക്ക് താമസിക്കുവാൻ പറ്റത്തില്ല. പിന്നെയോ പട്ടണത്തിന് പുറത്ത് മാത്രമേ ഇവർക്ക് താമസിക്കുവാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അവർ ഉറക്ക കരയുമ്പോൾ, അവരുടെ കരച്ചിനകത്ത് എല്ലാം ഉണ്ട് പ്രിയമുള്ളവരെ. അവർ കരയുമ്പോൾ, അവർ ഉറക്കം നിലവിളിക്കുമ്പോൾ, യേശുവിനോട് ചോദിക്കുമ്പോൾ, യേശുവേ ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അവരുടെ വേദന നമുക്ക് ആ കരച്ചിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഫ്രസ്ട്രേഷൻ ആ കരച്ചിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് റിജക്ഷൻ ഫ്രം ദ സൊസൈറ്റി, സമൂഹത്തിൽ നിന്ന് തള്ളപ്പെടല് ആ കരച്ചിൽ നമുക്ക് കാണുവാനായി കഴിയും. റിജക്ഷൻ ഫ്രം their ഫാമിലി മെമ്പേഴ്സ്, അവരുടെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥകൾ ആ കരച്ചിൽ നമുക്ക് കാണുവാനായി കഴിയും. റിലീജിയൻ അവരെ വിളിക്കുന്നത് അൺക്ലീൻ, അശുദ്ധൻ എന്ന് വിളിക്കുന്ന ആ വിളി കേൾക്കുന്ന ആ ഒരു അവസ്ഥ താൻ തന്നെ പ്രൊനൗൺസ് ചെയ്തുകൊണ്ട്, താൻ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ അവസ്ഥ ആ കരച്ചിലെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മെന്റലായിട്ട് തകർന്നു നിൽക്കുന്ന അവസ്ഥ, ഫിസിക്കലായിട്ട് സൗഖ്യമില്ലാത്ത അവസ്ഥ, ഫിസിക്കലായിട്ട് വേദന അനുഭവിക്കുന്ന അവസ്ഥ, സ്പിരിച്വൽ സിക്നസ്, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ ആത്മിക തലങ്ങൾ, ഹല്ലേലൂയ, സിക്നസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. ലോൺലിനെസ് അല്ലേ, ഏറ്റവും വലിയ പ്രശ്നമാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്. ലോൺലിനെസ്, ഏകാന്തത, ആരും സഹായത്തിനില്ലാത്ത അവസ്ഥ, ആരും തൊടുവാനില്ലാത്ത അവസ്ഥ, ആരും ശുശ്രൂഷിപ്പാനില്ലാത്ത അവസ്ഥ, ആരും കാണുവാനില്ലാത്ത അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരാകപ്പാടെ ഹല്ലേലൂയ പേടികൊണ്ട് അകലെ നിന്നുകൊണ്ട് ജനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാക്കിയിട്ട് അകലെ നിന്നുകൊണ്ട് കരയുന്ന 10 കുഷ്ഠരോഗികളെയാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത്. അവിടെ കരച്ചിലിന്റെ വിളി, അവിടെ കരച്ചിലിന്റെ ശബ്ദം, അവിടെ കരച്ചിലിന്റെ ആ ഒരു ശബ്ദം നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ വേദനയാണ് പ്രിയമുള്ളവരെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ദൈവദാസൻ നിന്ന് വിളിച്ചു പറയട്ടെ, ഈ തലങ്ങളിലൂടെ ആരെങ്കിലും ഇന്ന് കടന്നു പോകുന്നെങ്കിൽ, വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ലോൺലിനെസ് അനുഭവിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നിരാശയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, പേടിപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, വേദനപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര, യേശുവിന്റെ അടുക്കിലേക്ക് നീ കടന്നു വന്നാൽ, യേശുവിനോട് നീ കരഞ്ഞാൽ, യേശുവിനോട് നീ ഉറക്കം നിലവിളിച്ചാൽ, യേശുവിനോട് നീ ഉറക്കം പറഞ്ഞാൽ, യേശുവിന്റെ അടുക്കിലേക്ക് നീ കടന്നു വന്നാൽ, നിന്നെ തള്ളിക്കളയുന്നവനല്ല,
നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല, നിന്നെ തള്ളി ഉപേക്ഷിക്കുന്നവനല്ല, നിന്നെ നിരാശയോടെ പറഞ്ഞയക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിടുതൽ നൽകി തന്ന്, സൗഖ്യം നൽകി തന്ന് നിന്നെ പറഞ്ഞയക്കുന്നവനാണ് എന്റെ സ്വർഗത്തിലെ അപ്പൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കുഷ്ഠരോഗികൾ വിശ്വാസത്തോടു കൂടെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നോക്കൂ, ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ, വിശ്വാസത്തോടു കൂടെ കടന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളെ സഹായിപ്പാൻ ഈ യേശുവിന്റെ അധികാരത്തിന് കഴിയും. അവർക്ക് മനസ്സിലായി തങ്ങളെ ശുദ്ധരാക്കി തീർക്കുവാൻ യേശുവിന്റെ അധികാരത്തിന് കഴിയും. അവർ മനസ്സിലായി തങ്ങളുടെ ലോൺലിനെസ്സിനെ മാറ്റുവാൻ എന്റെ യേശുവിന്റെ അധികാരത്തിന് കഴിയും. അവർക്ക് മനസ്സിലായി തങ്ങളെ ഭീതിപ്പെടുത്തുന്ന, തങ്ങളെ ഭയപ്പെടുത്തുന്ന, തങ്ങളെ നിരാശപ്പെടുത്തുന്ന, തങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്ന അവസ്ഥകൾക്ക് വ്യത്യാസപ്പെടുത്തുവാൻ എന്റെ യേശുവിന്റെ ശക്തിക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക. ആ സമയം നോക്കൂ, യേശു കർത്താവ് പറഞ്ഞ നിമിഷം തന്നെ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവര് പുരോഹിതന്മാർക്ക് കാണിക്കുവാൻ വേണ്ടി അവരുടെ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചപ്പോൾ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണേ, വളരെ ചിന്തിക്കേണ്ടതും വളരെ മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. അവരുടെ വിശ്വാസത്തോടു കൂടെ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. അവരോട് പറഞ്ഞത്, യേശു കർത്താവ് പറയും, നിങ്ങൾ ശുദ്ധമായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ശുദ്ധമായി തീരും. നിങ്ങൾക്ക് അങ്ങനെ, നമുക്കറിയാം യേശു കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ വിധങ്ങൾ നമുക്കറിയാമല്ലോ. അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തി. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉള്ളപ്പോൾ തന്നെ ദൂരത്ത് നിൽക്കുന്ന കുഷ്ഠരോഗികളോട് പറയുകയാണ്, നിങ്ങൾ പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞ ആ വാക്കിനെ ചോദ്യം ചെയ്യാതെ ആ കുഷ്ഠരോഗികൾ യേശുവിന്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് അവരുടെ സ്റ്റെപ്പുകൾ മുൻപോട്ട് വെച്ചപ്പോൾ, ഹല്ലേലൂയ, ആ നിമിഷം തന്നെ അവർക്ക് സൗഖ്യം വരുവാനിടയായി തീർന്നു. എങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രൈസ് ദി ലോർഡ്, നാം ചിന്തിക്കുന്ന തരത്തിലായിരിക്കത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തി. നാം ഒരുപക്ഷെങ്കിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി തികച്ചും വ്യത്യസ്തമായ നിലവാരത്തിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മെ മനസ്സിലാക്കുന്ന, നമ്മെ അറിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നാം പ്രതീക്ഷിക്കുന്ന തലത്തിലായിരിക്കാം, ആയിരിക്കത്തില്ല ഒരു പക്ഷെങ്കിൽ. എന്നാൽ ഞാനും നിങ്ങളും ആ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ, ആ യേശുവിന്റെ കമാൻഡിന്റെ മുമ്പിൽ, ആ യേശുവിന്റെ ഹല്ലേലൂയ പറഞ്ഞ ശബ്ദത്തിന് മുമ്പിൽ, ആ യേശുവിന്റെ നാമത്തിന് മുമ്പിൽ, ആ യേശുവിന്റെ അനുഗ്രഹത്തിന് മുമ്പിൽ എന്നെയും നിങ്ങളെയും സമർപ്പിച്ച് ഞാൻ നിങ്ങളും അടുത്ത സ്റ്റെപ്പ് ഞാൻ നിങ്ങളും എടുത്തു വെക്കുവാൻ തയ്യാറാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ വേദനപ്പെടുത്തുന്ന, നിന്നെ അലങ്കോലപ്പെടുത്തുന്ന, നിന്നെ അലോസരപ്പെടുത്തുന്ന, നിന്നെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് നീ ആയിരിക്കുന്ന തലങ്ങളിൽ നിന്നുകൊണ്ട്, നീ ആയിരിക്കുന്ന അവസ്ഥകള്, നിന്റെ ഓരോരോ കണ്ണുനീരുകള്, നിന്റെ കണ്ണുനീരിനെ കണ്ട് മനസ്സിലാക്കുന്ന കർത്താവിന്റെ വാക്കിന് മുമ്പിൽ, കർത്താവിന്റെ ശബ്ദത്തിന് മുമ്പിൽ, കർത്താവിന്റെ കമാൻഡിന് മുമ്പിൽ നീ നിന്നെ തന്നെ സമർപ്പിച്ച് നിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുവാൻ ഇന്ന് രാത്രികാലം നീ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിടുതലിന്റെ രാത്രിയായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വിടുതലിന്റെ ശബ്ദമായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മുമ്പ് നീ നിന്നെ തന്നെ അനുസരണമുള്ളവനായി, നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തുന്നവരായി നീ തീരുന്നോ എങ്കിൽ, നിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തുന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവദാസൻ നിന്നെ വിളിച്ചു പറയട്ടെ, അനുഗ്രഹത്തിന്റെ വർഷമായി, അനുഗ്രഹത്തിന്റെ ദിവസമായി, അനുഗ്രഹത്തിന്റെ ദിനമായി വരും ദിവസങ്ങൾ മാറുമെന്നുള്ളതില് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നോക്കൂ, അവർ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ, യേശുവിന്റെ ശബ്ദത്തിന് മുമ്പിൽ, യേശുവിന്റെ കമാൻഡിന് മുമ്പിൽ, യേശുവിന്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ, ഹല്ലേലൂയ, അവർ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ, ഹല്ലേലൂയ, അവർക്ക് ശുദ്ധരായി തീരുവാൻ ഇടയായി തീർന്നു. ഇനി അടുത്ത ഭാഗമാണ്, നമ്മുടെ മുമ്പ് സമയമില്ലല്ലോ. അടുത്ത ഭാഗം,
അവരെല്ലാവരും അവരുടെ പണിക്ക് പോയി, അവരെല്ലാവരും അവരുടെ വഴിക്ക് പോയി. എന്നാൽ ഒരുത്തൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവരും അവരുടെ വഴിക്ക് പോയപ്പോൾ, എല്ലാവരും സൗഖ്യം പ്രാപിച്ച് അവരുടേതായ നിലവാരത്തിലേക്ക് അവർ മാറിപ്പോയപ്പോൾ, ഒറ്റ കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ഭാഗം നമുക്കിവിടെ കാണുവാനായി കഴിയും. മടങ്ങി വരുന്നത് എന്തെന്നറിയാമോ? മടങ്ങി വന്നിട്ട് അവൻ എന്തെന്നറിയാമോ? അവന് സൗഖ്യം വന്നത് കണ്ടപ്പോ, അവൻ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തപ്പോൾ അവന്റെ ജീവിതം സൗഖ്യം പ്രാപിക്കാൻ തീർന്നു. ഇന്ന് രാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസത്തിന്റെ സ്റ്റെപ്പാണെന്ന് മറന്നു പോകരുത്. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് നീ എപ്പോൾ എടുത്തു വെക്കാൻ തയ്യാറാകുന്നുവോ, യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ, യേശുവിന്റെ കൽപ്പനയുടെ മുമ്പിൽ, യേശുവിന്റെ ശബ്ദത്തിന് മുമ്പിൽ വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് നിന്റെ കാൽവയ്പ്പുകൾ എടുത്തു വെക്കുവാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ശുദ്ധം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം, നിന്റെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുവാനിടയായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കണ്ടപ്പോൾ, ഈ വിടുതൽ കണ്ടപ്പോൾ തന്നെ അടക്കാൻ പറ്റില്ല, തന്നെ അടക്കി ഒതുക്കാൻ പറ്റിയില്ല, തന്നെ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അശുദ്ധനായിരുന്ന അവസ്ഥയിൽ, ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ, അന്ധകാരത്തിലായിരുന്ന അവസ്ഥയിൽ, പാപത്തിന്റെ ചേറ്റുകുഴിയിലായിരുന്ന അവസ്ഥയിൽ, ഹല്ലേലൂയ ഒന്നിനും വെളുപ്പിക്കുവാൻ പറ്റാത്ത കറ ഉള്ള അവസ്ഥയിൽ ഞാനും നിങ്ങളുമായിരുന്ന സാഹചര്യത്തിൽ എന്റെ യേശുവിനുള്ള വിശ്വാസത്താൽ, എന്റെ യേശുവിന്റെ നിലത്തിലുള്ള വിശ്വാസത്താൽ ഞാനും നിങ്ങളും ശുദ്ധരായി തീർന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഓർക്കുമ്പോൾ, സഹോദരാ, നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന സഹോദരി, നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? അവിടെ ആയിരിക്കുന്ന കുഞ്ഞേ, നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ദൈവത്തെ അറിയാതെ നിന്റെ ഉള്ളം സ്തുതിക്കുവാനിടയായി തീരും, തുള്ളിച്ചാടുവാനിടയായി തീരും, കുതിച്ചു ചാടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വിടുതലുകളെ ഓർക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ, ഈ നവംബർ മാസം 29-ാം തീയതിയായി. നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നവംബർ മാസം നമ്മെ വിട്ടു കടന്നു പോകും. ഡിസംബർ മാസം, ഈ വർഷത്തിന്റെ അവസാന മാസത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. ഈ നിമിഷം വരെ എന്റെ ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും വീഴ്ചകൾ വന്നപ്പോൾ, താഴ്ചകൾ വന്നപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ, ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ, കഷ്ടതകൾ വന്നപ്പോൾ, ശോധനകൾ വന്നപ്പോൾ, നെടുവീർപ്പുകൾ വന്നപ്പോൾ, കണ്ണുനീരിന്റെ അവസ്ഥകൾ വന്നപ്പോൾ, ഹല്ലേലൂയ, ഈ അവസ്ഥകളും ഈ തലങ്ങളും എല്ലാം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, എന്നെയും നിങ്ങളെയും പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ പരിപാലനം ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ കരുതൽ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ വിടുതൽ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ നന്മ ഓർക്കുമ്പോൾ, അറിയാതെ ആരും പ്രേരിപ്പിക്കേണ്ട, അറിയാതെ അതരങ്ങൾ എവിടെ ഇരിക്കുന്ന മാനവ വിഷയമല്ല, എവിടെ ആയിരിക്കുന്ന തലങ്ങളിലായാലും അറിയാതെ തുള്ളിച്ചാടി എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ എന്ന ഭാവം അടങ്ങ് വിടും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവന്റെ പാദത്തെങ്കിലേക്ക് അവൻ കമന്നു വീഴുവാനിടയായി തീർന്നു, കമന്നു വീഴുവാനിടയായി തീർന്നു. അറിയാതെ, ഹല്ലേലൂയ, ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോ ഞാനൊന്നുമില്ല, മേപ്പോട്ടെടുക്കുന്ന ശ്വാസം താഴോട്ട് വലിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, താഴോട്ട് വലിക്കുന്ന ശ്വാസം മേപ്പോട്ടെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, എന്റെ ഹൃദയം ഇടുപ്പ് ഒന്ന് സ്തംഭിച്ചു കഴിഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. യേശുവിലേക്ക് ഞാൻ എന്നെ സമർപ്പിച്ചാൽ, എന്റെ യേശുവിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചാൽ, എന്റെ യേശുവിലേക്ക് ഞാൻ സമർപ്പിച്ചാൽ, എന്റെ ദൈവത്തിന് എന്നെ കൊണ്ട് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന്, എന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന എന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ എന്ന ഭാവം മാറിപ്പോകുവാനിടയായിത്തീരും. പിന്നെ കമന്ന് വീണ് യേശുവിന്റെ പാദപീഠത്തേക്ക് കമന്ന് വീണ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നീ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വെക്ക്. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ തന്നെ മറന്നു പോകരുത്,
ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വിടുതലുകളെ ഓർത്ത് അറിയാതെ അധരങ്ങൾ ചലിക്കുവാനിടയായി തീർന്ന് നന്ദിയുള്ള ജീവിതം, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, നന്ദിയോടെ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, നന്ദിയോടെ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ, എന്നും നന്ദിയോടെ ഇന്ന് ദൈവജനത്തിൽ സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ കാടിന്റെ അവസ്ഥയായിരിക്കാം, മേടിന്റെ അവസ്ഥയായിരിക്കാം, പട്ടുമെത്തയുടെ അവസ്ഥയായിരിക്കാം, മുള്ളിന്റെ അവസ്ഥയായിരിക്കാം, കല്ലിന്റെ അവസ്ഥയായിരിക്കാം, അപ്പ് ആൻഡ് ഡൗൺ ആയ അവസ്ഥകളായിരിക്കാം, ഏതു സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ഇടവരുത്തുമാറാകട്ടെ. നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ കർത്താവ് നമ്മെ ഇടവരുത്തുമാറാകട്ടെ. തുടർന്ന് മുമ്പോട്ട് പോകാൻ സമയമില്ലല്ലോ, എന്റെ വാക്കുകളോട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്റ്റെപ്പുകളെ മുൻപോട്ട് വയ്ക്കാം വിശ്വാസത്തോടുകൂടെ അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം. നന്ദിയുള്ളവരായ നമ്മുടെ ജീവിതയാത്ര കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നാം ഒന്നുമില്ല എന്ന് സമർപ്പിച്ചുകൊണ്ട്, അവന്റെ പാദപടത്തേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ താങ്ക് യു ജീസസ് എന്ന് പറയത്തക്ക നിലവാരത്തിൽ, താങ്ക് യു ഗാഡ് എന്ന് പറയുന്ന നിലവാരത്തിൽ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.